ഇന്ന് നമ്മൾ മെഗാ പ്രീനെറ്റ് മോക്ക് ക്വസ്റ്റ്യൻസിലെ സെറ്റ് ബി ആണ് അനലൈസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് സെറ്റ് എ നമ്മൾ അനലൈസ് ചെയ്തു, അതൊന്ന് സോൾവ് ചെയ്തു, 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി സെറ്റ് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. The term used for non-linguistic aspects of speaking is non-linguistic aspects of speaking വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? മെറ്റാ ലാംഗ്വേജ്, പാരാ ലാംഗ്വേജ്, പ്രോട്ടോ ലാംഗ്വേജ് ആൻഡ് നൺ ഓഫ് ദിസ്. ഇതിൽ ഏതാണ്? നിങ്ങൾ ആൻസർ ചെയ്യും. ശരി ഉത്തരം എന്താണ്? നോ ഡൗട്ട് വോക്കലിക്സ് എന്ന് മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന പാരാ ലാംഗ്വേജ് ആണ്. പാരാ ലാംഗ്വേജ്. സോ പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? which are basically based on physical features of spoken language. Spoken language physical features അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, just like facial expressions, like a smirk or gestures like pointing, fidgeting. നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് കൺവിൻസ് ചെയ്യുന്ന non-linguistic aspects of speaking ആണ് basically paralanguage എന്ന് അറിയപ്പെടുന്നത്. Okay, so this is a very easy question to answer. Let's have a look at the next question. Second one, who was the first to use blank verse? You shouldn't ഒരിക്കലും തെറ്റിക്കരുത്, കാരണം അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വളരെ ബേസിക്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്ത് തെറ്റിക്കേണ്ട ആൻസർ ചെയ്ത് പോവാം. ഹെൻറി ഹവാർഡ്, ഏർൾ ഓഫ് സറേ ആണ് ബ്ലാങ്ക് വേഴ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ഏത് വർക്കിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ എയ്നിഡിന്റെ ട്രാൻസ്ലേഷനിലാണ്. ഓക്കെ, എയ്നിഡിന്റെ ട്രാൻസ്ലേഷനിലാണ് ഇദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, തോമസ് വാഡിനെയും ഏർൾ ഓഫ് സറേനെയും നിങ്ങൾക്കറിയാം. അവർ രണ്ടാളും കൂടെ ചേർന്നിട്ടാണ് ടോട്ടൽസ് മിസല്ലനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ, അറിയാലോ. അതിൽ വരുന്ന വർക്കുകൾ ആരുടേതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൂടാണ്ട് തോമസ് മോറിന്റെ ഏത് വർക്കാണ്? ഉട്ടോപ്പിയ അല്ലെ, പ്രധാനപ്പെട്ട വർക്കാണ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Choose the best answer to complete the following sentence. All the following are Shakespearean except. താഴെ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഷേക്സ്പിയറിയൻ ആണ്. എക്സെപ്റ്റ് ഏതാണ്? Two Gentlemen of Verona, The Winter's Tale, The Tempest, Faustus. ഇതിൽ പെടാത്തതൊന്ന് ഏതാണ്? ഷേക്സ്പിയറിന്റെ പെടാത്തതൊന്ന് ഏതാണ്? നമുക്കറിയാം, ഇറ്റ്സ് വെരി ഈസി. ഫോസ്റ്റസ്. ഡോക്ടർ ഫോസ്റ്റസ് ആരുടേതാണ്? ട്രാജഡി ഇൻ 5 acts ആരുടേതാണ്? ക്രിസ്റ്റഫർ മാർലോയുടെയാണ്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി വിറ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം ടു ജെന്റിൽമെൻ ഓഫ് വെറോന, ദ വിന്റേഴ്സ് ടെയിൽ, ടെമ്പസ്റ്റ്, ഇതെല്ലാം ആരുടെയാണ്? നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെയാണ്. ആൻഡ് ഡോക്ടർ ഫോസ്റ്റസിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്താണ്? ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്, അല്ലെങ്കിൽ സിംപ്ലി ഡോക്ടർ ഫോസ്റ്റസ്. ആൻഡ് യു ഓൾറെഡി നോ ഇറ്റ്സ് ആൻ എലിസബത്തൻ ട്രാജഡി. ആൻഡ് ഫോസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ജർമ്മൻ ക്യാരക്ടറിനെ ഗോതയുടെ ഫോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. And the 2 versions were published in the Jacobean era several years later. Actually premiere ചെയ്തിരിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് 1592 ആണ്. അത് നമുക്ക് അറിയാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ലൈക്ക് ഡോക്ടർ ഫോസ്റ്റസ് വരുന്നുണ്ട്, ലൂസിഫർ വരുന്നുണ്ട്, മെഫിസ്റ്റോഫെലിസ്, ബീൽസ്ബർഗ്, പിന്നെ 7 ഡെഡ്ലി സ്കിൻസ് വരുന്നുണ്ട്, പോപ്പ് അഡ്രിയൻ 6, ചാൾസ് 5, ഡ്യൂക്ക് ഓഫ് സാക്സണി, ഹെലൻ ഓഫ് ട്രോയ് പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What was the title of the play by Marlowe that portrayed the events surrounding St. Bartholomew's Day Massacre in 1572? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പറയുന്ന ഏത് ഇവന്റ് ആണ് സെയിന്റ് ബാർത്തലോമേസ് ഡേ മാസക്കറിൽ സംബന്ധിച്ചുകൊണ്ട് 1572 ഓക്കെ 1572 നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാർലോ ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേയുടെ ടൈറ്റിൽ ആയിട്ട് വരുന്നത്? ഇത് ഇവന്റുകൾ മാത്രമല്ല, ദീസ് ആർ ഓൾസോ ദ നെയിം ഓഫ് certain works. അപ്പൊ ഏതാണത്? The Massacre at Berlin, the massacre at Rome, the Massacre at Copenhagen, and the Massacre at Paris. എന്തായിരുന്നു അതിന്റെ ടൈറ്റിൽ? എന്തായിരുന്നു? Massacre at Berlin, the Massacre at Rome, the Massacre at Copenhagen, the Massacre at Paris. ശരി ഉത്തരം the Massacre at പാരീസ് ആണ്. പാരീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു മാസക്കർ, അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് 1572 സെയിന്റ് ബാർത്തലോമേസ് ഡേ മാസക്കറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്ന ആ പ്ലേയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ സെയിം നെയിമിൽ അത് 1593 ഈ ഒരു പ്ലേ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മറ്റൊരു റെസ്റ്റോറേഷൻ ഡ്രാമയും നഥാനിയൽ ലീയുടെ
മറ്റൊരു റെസ്റ്റോറേഷൻ ഡ്രാമയും സെയിം നെയിമിൽ വരുന്നുണ്ട്. അത് 1689 ആൻഡ് ഈ രണ്ട് ഇൻഫർമേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, റൈറ്റ്. ദ മാസക്കർ അറ്റ് പാരീസ് ബൈ ഹു? ക്രിസ്റ്റഫർ മാർലോ. അതൊരു പ്ലേ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആൻഡ് മറ്റൊരു റെസ്റ്റോറേഷൻ ഡ്രാമ നെതാനിയൽ ലീഡ് ചെയ്തായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇതിൽ സെയിന്റ് ബാർത്തലോമേസ് ഡേ മാസക്കറിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ സെയിന്റ് ബാർത്തലോമേസ് ഡേ മാസക്കർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ സെയിന്റ് ബാർത്തലോമേസ് ഡേന്റെ അന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് അസാസിനേഷൻസ് നടന്നു. അപ്പം അവിടെ കുറെ മോബ് വയലൻസ് സംഭവിക്കുകയുണ്ടായി. ആൻഡ് അവിടെയുള്ള ഫ്രഞ്ച് കാവലിനിസ്റ്റ് പ്രൊട്ടസ്റ്റൻസിനെതിരെയായിട്ടായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അത് അവിടെ കുറച്ച് ഫ്രഞ്ച് വാർസ് ഓഫ് റിലീജിയൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് VIPs കൂട്ടക്കൊല നടന്ന ഒരു സമയമായിരുന്നു അത്. ഓക്കെ, സോ അത് ആ ഒരു ബാർത്തലോമിയോ ദി അപ്പോസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ട ദിവസത്തിലെ അതിന്റെ ആ ഒരു ഫീസ്റ്റിന്റെ തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അതായത് 23-24 ഓഗസ്റ്റ് 1572 ഇത് സംഭവിക്കുന്നത്. സോ അത് ഫ്രഞ്ച് വാർസ് ഓഫ് റിലീജിയന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആവുകയും അങ്ങനെ ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ഈ ഒരു പ്ലേ വരുന്നത്. ഓക്കെ, ദ മാസക്കർ അറ്റ് പാരീസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേ വരുന്നത്. ഓക്കെ, അത് അനാക്ട് ചെയ്യുന്നത് ദ ലോർഡ് സ്ട്രെയിൻസ്മാൻ ആണ്. ആൻഡ് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലേ ആണെന്ന് ധരിക്കപ്പെടുന്ന ഒരു പ്ലേ ഈ ഒരു പ്ലേ ആണെന്ന് ധരിക്കപ്പെടുന്ന ഒരു പ്ലേ എന്ത് ചെയ്തിട്ടുണ്ട്? അനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്ലേ തുടങ്ങുന്നത് പാരീസിലാണ്. ഹെൻറി ഓഫ് നെവാറെ എന്ന് പറയുന്ന ഒരു നോബിൾ ഫാമിലിയുടെ വെഡിങ്ങിനെ സംബന്ധിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് പ്ലോട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ വർക്കിന്റെ ഒരുപാട് അഡാപ്റ്റേഷൻസ് വരുന്നുണ്ട്. പിന്നീട് ലേറ്റർ സെഞ്ചുറീസിലൊക്കെ വരുന്നുണ്ട്. 1689 ഒരു വർക്ക് ഞാൻ പറഞ്ഞു, നെതാനിയൽ നീയുടെ റെസ്റ്റോറേഷൻ ഡ്രാമയെ ഞാൻ മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. without any further delay. Longines established that the most beautiful of meters is ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീറ്റർ ഏതാണ് എന്നാണ് ലോഞ്ചൈനസ് പറയുന്നത്. ശരി ഉത്തരം ഏതാണ്? ഡാക്ടൈലിക് ഹെക്സാമീറ്റർ എന്നാണ് ശരി ഉത്തരം. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹെക്സാമീറ്റർ ലൈക്ക് എ ലൈൻ or rhythm in poetry where there are 6 stressed syllables used in ancient Greek poetry. And അതിൽ 5 ഡാക്ടൈൽസ് ഉണ്ട്. ഒന്നുകിൽ അതൊരു സ്പോണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ട്രോക്കി ആയിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇലിയഡ് ആണ്. സോ ചില ക്ലാസിക് എപ്പിക്സുകളെല്ലാം ഡാക്ടൈലിക് ഹെക്സാമീറ്ററിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഉദാഹരണം ഇലിയഡ് ആണ്, ഹോമറിന്റെ ഇലിയഡ് ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡാക്ടൈലിക് ഹെക്സാമീറ്റർ. ഓക്കെ, അടുത്തത് a term which refers to the sequential characteristics of language when we construct words and sentences we follow a certain order in arranging the individual items. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടേമിനെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. which refers to the sequential characteristics of language. ലാംഗ്വേജിന്റെ സീക്വൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റെഫർ ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ഒരു ടേമാണ്. കാരണം നമ്മൾ വാക്കുകളും സെന്റൻസുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു certain order ഫോളോ ചെയ്യുന്നുണ്ട് ഇൻ അറേഞ്ചിങ് ദിസ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. അതിനെയൊക്കെ പരാമർശിക്കുന്ന വാക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം എന്താണ്? സിന്റഗ്മാറ്റിക്. സിന്റഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു സർഫസ് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ദിസ് അനാലിസിസ് ഓഫ് സിന്റാക്സ് ഓർ സർഫസ് സ്ട്രക്ചർ as opposed to paradigms. Paradigmatic analysis ഉം syntagmatic structural analysis ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ syntagmatic analysis എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ദ എക്സാമിനേഷൻ ഓഫ് സ്ട്രക്ചർ. സോ സിന്റഗം അല്ലെങ്കിൽ syntagmatic എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? syntagmatic. ഇതെല്ലാം ലിംഗ്വിസ്റ്റിക്സിലെ ഈ ടേംസുകളാണെന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. അതായത് ഇവിടെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സുകളെ നമ്മൾ സീക്വൻഷ്യലി വെൽ ഫോംഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഉദാഹരണത്തിന് ഒരു ഹാൻസം മാൻ പ്ലസ് 8 പ്ലസ് സം ചിക്കൻ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അതായത് I went to market, അല്ലെ? She took a pillow എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണ്. സോ ഇവിടെ വേർഡ് പൊസിഷനിങ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്
ആ ഒരു എൻറ്റയർ മീനിങ് തന്നെ അതിന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ദാറ്റ് ഹാൻസം മാൻ എയ്റ്റ് സം ചിക്കൻ എന്ന് പറയുന്നത്, അത് നമ്മളൊന്ന് ആ അറേഞ്ച്മെന്റ് ഒന്ന് മാറ്റുകയാണെങ്കിൽ സം ചിക്കൻ എയ്റ്റ് ദ ഹാൻസം മാൻ എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഒന്ന് ആകെ ഡിഫറൻസ് ആയില്ലേ. സോ അതാണ് ഈ സിൻഡഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കോൺട്രറി ആയിട്ട് നമുക്ക് പാരഡിഗ്മാറ്റിക് റിലേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ചോയ്സസും ഓൾട്ടർനേറ്റീവ്സും അവൈലബിൾ ആയിരിക്കും. Alright. So right one is syntagmatic. That's it. നമുക്ക് 7th questionലേക്ക് കടക്കാം. 7th one. Dash is term introduced by Chomsky, Noam Chomsky, to describe the actual use of language in concrete situation. ഏത് വാക്കാണ് ഇദ്ദേഹം കോൺക്രീറ്റ് സിറ്റുവേഷനിൽ ഉള്ള ലാംഗ്വേജിന്റെ ആക്ച്വൽ യൂസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്? പെർഫോമൻസ്, പെറോൾ, പാരഡിഗ്മാറ്റിക് ആൻഡ് നൺ ഓഫ് ദിസ്. ഇതിൽ ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ശരിയുത്തരം എന്താണ്? പെർഫോമൻസ് ആണ്. ഇദ്ദേഹത്തിന്റെ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് ആണ്. സോ ഇദ്ദേഹത്തിന്റെ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ലാംഗ്വേജിനെ കോൺക്രീറ്റ് സിറ്റുവേഷൻസിലുള്ള ആക്ച്വൽ യൂസിന് വേണ്ടിയിട്ട് പെർഫോമൻസ് എന്നുള്ള ആ ഒരു ടേം ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്, വിച്ച് മീൻസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് എന്നുള്ള ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ആൻഡ് it's very evident and it's very important from his theory of language acquisition. And he even argues that human brain structures naturally allow for a capacity to learn and use language. So, and he also believed that rules for language acquisition are innate. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാണ്ട് ഇറ്റ് ഓൾസോ സ്ട്രെങ്തൻ നാച്ചുറലി ആസ് ഹ്യൂമൻസ് ഗ്രോ ആൻഡ് ഡെവലപ്പ്. ഇതുപോലെയുള്ള അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ നമ്മൾ പഠിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ലിംഗ്വിസ്റ്റിക് പെർഫോമൻസിനെ കുറിച്ചും അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, cool. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who argues that language is a unique evolutionary development of human species and distinguished from modes of communication used by any other human species? ആരാ ആർഗ്യൂ ചെയ്യുന്നത്? Who argues that? Okay, ഓപ്ഷൻ സി, നോം ചോംസ്കി ആണ് ഇത് ആർഗ്യൂ ചെയ്യുന്നത്. Okay, Noam Chomsky argues that language is a unique evolutionary development of the human species and distinguished from modes of communication used by any other animal species. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോം ചോംസ്കിയുടേതാണ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. The character of Falstaff is important in which plays by William Shakespeare? ഏത് പ്ലേയിലാണ് ഈ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? Henry IV Part 1, Henry IV Part 2, Titus Andronicus, all of the above. ഏതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഹെൻറി ഫോർ പാർട്ട് 1 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ആൻഡ് വില്യം ഷേക്സ്പിയറിന്റെ 3 പ്ലേസിൽ ഇദ്ദേഹം വരുന്നുണ്ട്. ഹെൻറി ഫോർ പാർട്ട് 1, പാർട്ട് 2. ആൻഡ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് ഹെൻറി ഫോർ പാർട്ട് 1 ഓക്കെ, ആൻഡ് ഇദ്ദേഹം ഇതിൽ ബേസിക്കലി ആരാണ്? ഇംഗ്ലണ്ടിലെ കിങ് ഹെൻറി 5th അവിടുത്തെ ഫ്യൂച്ചർ കിങ് ആണ്. പ്രിൻസ് ഹാളിന്റെ കമ്പാനിയൻ ആയിട്ടാണ് ജോൺ ഫാൾസ്റ്റാഫ് വരുന്നത്. സോ ഫാൾസ്റ്റാഫിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫാൾസ്റ്റാഫ് നമുക്ക് ആവശ്യമുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Fill in the blanks. The intellectual and social movement which historians call dash is what? Okay, question ഒന്നുകൂടെ റീഡ് ചെയ്തോട്ടെ. Is what is okay, the intellectual and social movement which historians call dash is what lies at the base of the period we call the Renaissance. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഏത് മൂവ്മെന്റിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സോഷ്യലിസം ആണോ, ക്യാപിറ്റലിസം ആണോ, ഹ്യൂമാനിറ്റേറിയനിസം ആണോ, ഹ്യൂമനിസം ആണോ? ഓക്കെ, അതൊരു ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിന് ഹിസ്റ്റോറിയൻസ് എന്ത് വിളിക്കുന്നു? ഡാഷ് എന്ന് വിളിക്കുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ എന്താണ് പ്രത്യേകത? In what lies at the base of the period we call Renaissance. റിനസൻസിന്റെ ബേസ് അവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത്? ഇപ്പൊ നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. The right answer, ശരിയുത്തരം ഏതാണ്? ഹ്യൂമാനിസം ആണ്. ഈ ഒരു റിനസൻസിന്റെ ഒരു ബേസ് വരുന്നത് ഹ്യൂമനിസത്തിൽ നിന്നുമാണ്. പെട്രാക്കിന്റെ ഒക്കെ ആ ഒരു സമയം റിനസൻസ് ഹ്യൂമാനിസം വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം. സോ ആ ഇംഗ്ലീഷ് ഹ്യൂമാനിസം ആക്ച്വലി ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ്. ആദ്യം ഒരു ബേസിക് ആക്കഡമിക് മൂവ്മെന്റ് ആയിരുന്നു. അതിന് 15th സെഞ്ചുറിയിലൊക്കെ അതിന്റെ റൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും.
പിന്നീട് തോമസ് മോറിന്റെയും സർ തോമസ് എലിയറ്റിന്റെയും റോജർ ഷാമിന്റെയും ഒക്കെ ഒരു വർക്ക്സിലൂടെയാണ് അതൊന്ന് മുന്നോട്ട് വരുന്നത്. ശേഷം സെക്കൻഡ് പോയറ്റിക് റെവല്യൂഷൻ അത് ലീഡ് ചെയ്യുന്നത് ഫിലിപ്പ് സിഡ്നിയും വില്യം ഷേക്സ്പിയർ ഒക്കെയാണ്. ആ സമയത്താണ് ഇത് പിന്നീട് റീഇൻവെന്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രവേഴ്ഷ്യൽ ഐഡിയാസ് സറൗണ്ട് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് വില്യം ഷേക്സ്പിയർ? The idea that William Shakespeare never lived, the idea that William Shakespeare was a Catholic, all of the above, A and B only. ശരി ഉത്തരം എന്താണ്? വളരെ ഈസിയാണ്. വില്യം ഷേക്സ്പിയർ ഒരിക്കലും ജീവിച്ചില്ല എന്നാണോ, വില്യം ഷേക്സ്പിയർ കാത്തലിക് ആണെന്നാണോ, ഓൾ ഓഫ് ദ അബവ് ആണോ, A and B only? ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ വരുത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഓൾ ഓഫ് ദ അബവ് അല്ല, നൺ ഓഫ് ദ അബവ് ആണ്, പിന്നെ A and B only എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഡി ആണ്, എയും ബിയും ആണ്. അതായത് സ്കോളേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരിക്കലും ജീവിച്ചിട്ടില്ല, അത് മറ്റൊരാണ്, അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ ക്രിസ്റ്റഫർ മാർലോ ആണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഫ്ലെച്ചർ ആൻഡ് ഡ്യൂമണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളേ ഇല്ലായിരുന്നു, അത് മറ്റൊരാളുടെ ഓതർഷിപ്പിലുള്ള വർക്ക് ഇദ്ദേഹം ഇങ്ങനെ തട്ടിയെടുത്തതാണ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വില്യം ഷേക്സ്പിയർ ഒരു കാത്തലിക് ആണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു അത്ഭുതവും ഒരു കോൺട്രവേഴ്സിയും ഒരു അത്ഭുതവും ഒരു കോൺട്രവേഴ്സിയാണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. Picture must not be too picturesque. Immersion here means picture must not be too scenic, capture our soul, be simple and plain, not dazzle. ശരീരത്തിലും ഭയങ്കരമായിട്ട് ഡാസിൽഡ് ആവരുത്. പിക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ടു പിക്ചറസ്ക് ആവരുത് എന്നുള്ളതാണ് എമേഴ്സൺ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് സ്റ്റേറ്റ്മെന്റ് ബിലോ ബെസ്റ്റ് സംസ് അപ്പ് ദ ലിറ്റററി സിഗ്നിഫിക്കൻസ് ഓഫ് നഥാനിയൽ ഹോത്തോൺ? നഥാനിയൽ ഹോത്തോണിന്റെ ഏറ്റവും ബെസ്റ്റ് ലിറ്റററി സിഗ്നിഫിക്കൻസിനെ കാണിക്കുന്ന വർക്ക് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പോപ്പുലർ ഏർലി നോസിയസ്റ്റ്, റൊമാൻറ്റിസിസം, സ്കാർലറ്റ് ലെറ്റർ, ഓൾ ആർ കറക്റ്റ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ ആയിട്ടുള്ള വർക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. He is best known for his novels like The Scarlet Letter, The House of the Seven Gables, and his use of allegory and symbolism. So അങ്ങനെയുള്ള ഈ വർക്കുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, and that's why this is the right answer. ഇതാണ് റൈറ്റ് ആൻസർ. ദി ഓൾ ആർ കറക്റ്റ്. കാരണം എന്താണ്, ഇദ്ദേഹം ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റഡീഡ് റൈറ്റേഴ്സ്. ഇദ്ദേഹം ഒരു റൊമാൻറ്റിക് ആണ്, ആൻഡ് ഇദ്ദേഹത്തിന്റെ വർക്ക്സുകളെല്ലാം അന്നത്തെ റൊമാൻറ്റിക് മൂവ്മെന്റ്സുമായിട്ട് കൾച്ചറലി അലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അന്നത്തെ ഒരു പ്രോമിനന്റ് കൾച്ചറൽ മൂവ്മെന്റ് ആയിരുന്നു റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. സോ അതിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് സ്കാർലറ്റ് ലെറ്റർ, ആൻഡ് ഹി വാസ് very popular and early nosiest writer ever. So ഇതെല്ലാം ഇദ്ദേഹത്തെ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് ഓൾ ആർ കറക്റ്റ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് വൺ. അടുത്തത്, ബെറിമെന്റ്സ് ബോൾ പോം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് എ ബെറിമെന്റ് ബോൾ പോം എന്ത് പോം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? കൺഫെഷണൽ പോം, മെറ്റഫോറിക്കൽ പോം, ഫ്രാഗ്മെന്റൽ പോം, ഡെല്യൂഷണൽ പോം. അതെന്ത് തരത്തിലുള്ള ഒരു പോമാണ്? അതൊരു ഡെല്യൂഷണൽ പോമാണ്. കാരണം ഈ ഒരു പോം ആക്ച്വലി എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലോസ്, ഗ്രോയിങ് അപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സോ അതുകൊണ്ട് അതൊരു ഡെല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മിങ് ഓഫ് ഏജ് പോം ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഈവൻ സീൻ ഇൻ ത്രൂ ദിസ് സെൻസ് ഓഫ് ലോസ് ആൻഡ് സഫറിങ്. സോ ഇവിടെ ഒരു ആള് വന്നിട്ട് ഹി ഈസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ത്രൂ ദ റെക്കഗ്നിഷൻ ദാറ്റ് ഹി ഈസ് നെവർ ഗോയിങ് ടു ഗെറ്റ് ഹിസ് ലോസ്റ്റ് ബോൾ ബാക്ക്. അത്തരത്തിലൊരു ഇനി നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഡെലൂഷണൽ ആയിട്ടിരിക്കുന്ന ദ ബോൾ പോമാണ് ബെറിമാൻ ചെയ്ത് വരുന്നത്. അടുത്തത്, പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ് ഓഫ്റ്റൻ യൂസസ് ദ ലിറ്റററി ഡിവൈസസ് ഡാഷ് as literary devices: black humor, metafiction, metaphors, verbal irony, hyperbole, personification, symbolism, imagery. ശരിയുത്തരം ഏതാണ്? ഏതാണ് ഇതിലെ ശരിയുത്തരം എന്ന് പറയുന്നത്? നിങ്ങളത് ആൻസർ ചെയ്യൂ. ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഉണ്ട്. ഇവിടെ നമുക്ക് ശരിയുത്തരമായിട്ട് നമുക്ക് എടുക്കാവുന്നത് എന്താണ്? സിംബോളിസം, ഇമേജറിയും പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ്സിന്റെ പ്രധാനപ്പെട്ട
ഫീച്ചേഴ്സ് ആണ്. സോ അതുകൂടാണ്ട് ഫ്രാഗ്മെന്റേഷൻ, ഇന്റർടെക്സ്റ്റുവാലിറ്റി, മെറ്റാഫിക്ഷൻ, ഐറണി, സ്കെപ്റ്റിസിസം, പസ്റ്റീഷെ ഇങ്ങനെയുള്ള ഒരുപാട് മറ്റധികം ഫീച്ചേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following thinker concept pairs is rightly matched? പ്രോപ്പറായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാമൻ ധ്വന്യലോക, ഭരത നാട്യശാസ്ത്രം, മമ്മട വക്രോക്തി, അഭിനവ് ഗുപ്ത കാവ്യ അലങ്കാർ. ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഭരതന്റെ നാട്യശാസ്ത്രമാണ്. നാട്യശാസ്ത്രം നിങ്ങൾക്കറിയാം, നമ്മള് ഉദയനാട് താരം സിനിമയിൽ കാണുന്ന പോലെ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ? അത് ഇന്ത്യയിലെ ഏർലിയസ്റ്റ് ഡീറ്റെയിൽഡ് ട്രെറ്റേഴ്സ് ആൻഡ് ഹാൻഡ്ബുക്ക് ഓഫ് ഡ്രമാറ്റിക്കൽ ആർട്ട് ആണ്. അതിൽ സാൻസ്ക്രിറ്റ് തിയേറ്ററിനെ കുറിച്ച്, സാൻസ്ക്രിറ്റ് ക്ലാസിക്കൽ തിയേറ്ററിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മൺ സേജ് ആയിട്ടുള്ള ഭരതമുനിയാണ്. ആൻഡ് അത് നമ്മുടെ ഇന്ത്യയിലെ ഡാൻസിനെയും മ്യൂസിക്കിനെയും ലിറ്റററി ട്രഡീഷൻസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ധ്വന്യലോക ആരുടേതാണ്? ധ്വന്യലോക ആരുടേതാണ്? വാമനന്റെയാണോ? ധ്വന്യലോക എന്ന് പറയുന്നത്? അല്ല, അനന്തവർദ്ധനന്റെയാണ് ധ്വന്യലോക എന്ന് പറയുന്നത്. അതുപോലെ മമ്മട്ട, അഭിനവ് ഗുപ്ത ഇവരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വക്രോക്തി ആരുടേതാണ്? വക്രോക്തി എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ആരുടെ റൈറ്റിംഗ് ആണ് വക്രോക്തി എന്ന് പറയുന്നത്? ആചാര്യ കുന്തകയുടെ റൈറ്റിംഗ് ആണ് വക്രോക്തി എന്ന് പറയുന്നത്. പിന്നെ കാവ്യ അലങ്കാർ ആരുടെ വർക്കാണ്? അഭിനവ് ഗുപ്തന്റെ ആണോ? ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ. നിങ്ങൾ ആക്ച്വലി ഇന്ത്യൻ പോയറ്റിക്സ് ഒക്കെ പഠിച്ച സമയത്ത് അഭിനവ് ഗുപ്ത, അഭിനവ ഭാരതി, മമ്മട, ഭട്ടലൊല്ലത ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ വാട്ട് യു റിമെമ്പർ അബൌട്ട് കാവ്യ അലങ്കാർ? കാവ്യ അലങ്കാർ ആരുടെയാണ്? വാമനന്റെയാണ്. നമ്മുടെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ വാമനല്ല, വാമൻ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഓതറിൻ്റെതാണ് എന്തെന്ന് പറയുന്നത്? കാവ്യ അലങ്കാർ എന്ന് പറയുന്നത്. അപ്പൊ അഭിനവ് ഗുപ്തനെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അഭിനവ് ഗുപ്തന്റെ പ്രധാനപ്പെട്ട വർക്ക് തന്ത്രലോകയാണ്. പക്ഷെ അത് കൂടാണ്ട് അദ്ദേഹം രസാതിയറെ കുറിച്ച് ഒരു കൊമന്ററി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ കാര്യം നമ്മൾ ഓർത്തു വയ്ക്കണം. അടുത്തത്, the quotation, when a man is capable of being in an uncertainties, mysteries, doubts, without any irritable reaching after fact and reason, is the definition of what? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? When a man is capable of being in uncertainties, mysteries, doubts, without any irritable reaching after facts and reasons. അതെന്താ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് കേപ്പബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? കീറ്റ്സിന്റെയാണ്. അദ്ദേഹം when he wrote to his brothers George and Tom in 1817, അതിലാണ് അദ്ദേഹം നെഗറ്റീവ് കേപ്പബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, when any person is in uncertainties, mysteries, doubts, without any irritable reaching after facts and reason എന്ന് പറയുന്ന ഒരു കേസിലാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? So just like that, we have a lot of other literary terms like ഒബ്ജക്റ്റീവ്, കോറിലേറ്റീവ്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഷേക്സ്പിയറിനൊക്കെ ഇത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ജോൺ കീറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എന്താണ്? ഷേക്സ്പിയർ possessed this negative capability so enormously, right? And അദ്ദേഹം പറയുന്നത് it's kind of not that harmful, but it exists to counter the false dichotomies, certain fixed mindsets, and complete the confidence in our thoughts. So it's about resisting quick explanations, like sitting with our own doubts and questioning our own assumptions. So അത്തരത്തിലുള്ള ഒരു യൂസേജ് ഒക്കെ നെഗറ്റീവ് കേപ്പബിലിറ്റിക്ക് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതിന്റെ പ്രൈം എക്സാമ്പിൾ ആയിട്ട് ഷേക്സ്പിയറിനെ തന്നെ അദ്ദേഹം എടുക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ he could even write about a man with proper empathy and understanding. ഓക്കെ, അങ്ങനെ അദ്ദേഹം അത് മിൽട്ടനും മറ്റ് വേർഡ്സ്വർത്തിയൻ അതുപോലെ തന്നെ വേർഡ്സ്വർത്തിയന്റെ ഇഗോട്ടിസ്റ്റിക്കൽ സബ്ലൈമുമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ഹി ഫൈൻഡ്സ് ഷേക്സ്പിയർ possess this negative capability enormously എന്നുള്ളത് ഇദ്ദേഹം ഫൈനലി മനസ്സിലാക്കുന്നുണ്ട്. റൈറ്റ്, ഓക്കെ. ആൻഡ് അത് ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ
എ നൈറ്റിംഗേൽ അല്ലെങ്കിൽ ഗ്രീഷ്മർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വി ക്യാൻ ആക്ച്വലി ഫീൽ ദാറ്റ് ദർ ഈസ് ദിസ് ഇൻറ്റ്യൂട്ടീവ് നോയിങ് ഓഫ് ദെയർ ഇന്നർ സെൽഫ് അല്ലെ. We can actually feel them, we can actually understand them, just like he has actually lived their experience of once unchangeable being. അതായത് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ ഗ്രീഷ്മറിനെയോ നൈറ്റിംഗേലിനെ അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. They can't actually change their living experience and he has already felt their life. So it couldn't be basically grasped as a concept, but right there he had tried to intuitively know about their inner life. Just like the case of negative capability he felt about Nightingale and that of Grishner. Okay, but John Keatsന്റെ ആണെന്ന് മനസ്സിലാക്കുക. And yeah, obviously ഷേക്സ്പിയറിനെ കുറിച്ചുള്ള റിമാർക്സുകളും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. Choose the correct sequence of the following schools of criticism: structuralism, deconstruction, reader response, new historicism. പിന്നെ മറ്റൊന്ന് അങ്ങനെ ഇതിനെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കറക്റ്റ് സീക്വൻസ് ആണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് ഓർഡറിലുള്ള ഒരു സീക്വൻസ് പറയണം. കറക്റ്റ് ഓർഡറിലുള്ള ഒരു സീക്വൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാരണം എങ്ങനെയാണ് നമുക്കറിയാം, ആദ്യം ഒരു മോറൽ ക്രിറ്റിസിസം ആയിരുന്നു, ആ ഒരു 360 BC മുതൽ അതായിരുന്നു. പിന്നീട് ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, ന്യൂ അരിസ്റ്റോട്ടലിയൻ ക്രിറ്റിസിസം ഒക്കെ വന്നു. പിന്നെ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം വന്നു, ജംഗിയൻ ക്രിറ്റിസിസം വന്നു, പിന്നെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം വന്നു, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം വന്നു, സ്ട്രക്ചറലിസം വന്നു. സ്ട്രക്ചറലിസം ഇൻ ദ കേസ് ഓഫ് സെമിയോട്ടിക്സ് വന്നു, പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നു, ഡീകൺസ്ട്രക്ഷൻ ഒക്കെ വന്നു, പിന്നെ ന്യൂ ഹിസ്റ്റോറിസിസം വന്നു, കൾച്ചറൽ സ്റ്റഡീസ് വന്നു, പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം വന്നു, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം വന്നു, ജെൻഡർ ഓർ ക്വയർ സ്റ്റഡീസ് ഒക്കെ വന്നു അല്ലെ. അപ്പം ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, റീഡർ റെസ്പോൺസ്, ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന രീതിയായിരിക്കും ശരി ഉത്തരം, വിച്ച് മീൻസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. The relationship between Othello and Iago is an example of inversion. ഇൻവേർഷൻ ആണ്. അതൊരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഇയാഗോ ആണ് മാനിപ്പുലേറ്റീവ്, ഒഥല്ലോ ആണ് ദ അൺവിറ്റിംഗ് വിക്ടിം. സോ അതുകൊണ്ട് തന്നെ ഷേക്സ്പിയർ അവരുടെ ബോണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹീസ് ട്രൈങ് ടു എക്സ്പ്ലോർ ദ അതർ സൈഡ് ഓഫ് ലവ് ആൻഡ് ഹീസ് ദ ആന്റിസിസിസ് ടു ഒഥല്ലോ ആൻഡ് ഡെസ്റ്റിമോനാസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹീസ് ഓൾസോ എൻഡിങ് അപ്പ് ദ വിക്ടർ ഹിയർ. ഓക്കെ, that's all about inversion. Try to explore about irony, inventive and invective as well. അടുത്തത്. Which famous elegy closes with the following lines: in the deserts of the heart let the healing fountain start, in the prison of his days teach the free man how to praise. Okay, ഏത് വർക്കിലാണ് വരുന്നത്? ഇൻ മെമ്മോറിയം, തെർസിസ്, ഇൻ മെമ്മറി ഓഫ് W.B. Yeats, വേഴ്സസ് ഓൺ ദ ഡെത്ത് ഓഫ് T.S. Eliot. ഏത് വർക്കിൽ നിന്നുമാണ് ഇത് വരുന്നത്? നിങ്ങളൊന്ന് ആൻസർ ചെയ്യൂ. Right answer, in memory of W.B. Yeats by W.H. Auden. It's actually conclude ചെയ്യുന്ന ഭാഗത്ത് ഒരു ഫേവൽ അദ്ദേഹം യീറ്റ്സിന് വേണ്ടി കൊടുക്കുകയാണ്. And he's trying to honor the memory of Yeats, trying to recognize and celebrate his contribution to literature. So right answer എന്ന് പറയുന്നത് in memory of W.B. Yeats ആണ്. Okay, which is actually a poem by whom? W.H. Auden. സോ ആൻഡ് ഇതിൽ അന്നത്തെ ആ ഒരു പ്രീ വാർ പീരീഡിന്റെ ആ ഒരു മെനസിങ് ട്രാജഡി പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ആക്ച്വലി ഡ്രോയിങ് ഫ്രം ദ ട്രഡീഷണൽ ഫോം, ബട്ട് റൈറ്റ് ഹിയർ ദ തിങ് ഈസ് ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ഇൻ ദ പ്രസന്റ് എന്നുള്ള രൂപത്തിലാണ് അതിനെ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് W.H. Auden ഇത് എഴുതുന്നത് ആക്ച്വലി ഫെബ്രുവരി 1939 W.B. Yeats മരണപ്പെട്ടതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. ആൻഡ് ഇത് അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട്, അനദർ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് 1940 1940 വന്നിരിക്കുന്ന ഒരു വർക്ക് ഉണ്ട്. അതിലാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി കമ്പോസ്ഡ് ഇൻ ദ പീരിയഡ് പ്രിസീഡിംഗ് ആൻഡ് ഫോളോയിങ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. ആൻഡ് ഈ അനദർ ടൈം എന്ന് പറയുന്ന ഈ കളക്ഷനിൽ അദ്ദേഹത്തിന് മറ്റ് ചില വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും, ലൈക്ക് സെപ്റ്റംബർ 1, 1939, എപ്പിറ്റഫ് ഓൺ എ ടിറന്റ്, റെഫ്യൂജി ബ്ലൂസ്, ദ അൺനൗൺ സിറ്റിസൺ, വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക്. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ വളരെ ഫ്രീക്വന്റ്ലി ആന്തോളജൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വോട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു ക്ലാസിക്സ് ആണ് ഫ്യൂണറൽ ബ്ലൂസും മ്യൂസിറ്റി ബോക്സ് ആക്ടും. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. That's all you guys have to remember regarding this. And നിങ്ങൾക്ക് ഇതിന്റെ ഒരു പക്ഷേ ഈ പോയിന്റിന്റെ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം ഓർമ്മ ഉണ്ടാവുമായിരിക്കും.
അതിന്റെ സ്ട്രക്ചറും അത് പാർട്ട് 1 ഫ്രീ വേഴ്സിലാണ്, പിന്നെ പാർട്ട് 2 കുറച്ച് സെറ്റിൽ റൈംസുകൾ ഉണ്ട്, പിന്നെ കുറച്ച് മീറ്റേഴ്സ് ഒക്കെ നമുക്ക് പാർട്ട് 3 കാണാൻ പറ്റും. പാർട്ട് 1 ഈഡ്സിന്റെ ഡെത്തിനെ കുറിച്ച് പറയുന്നു തേർഡ് പേഴ്സണിൽ, പാർട്ട് 2 അദ്ദേഹത്തെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് അഡ്രസ് ചെയ്യുന്നു അപ്പോസ്ട്രോഫി യൂസ് ചെയ്തുകൊണ്ട്, പാർട്ട് 3 നമ്മൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ നമ്മൾ ഏർത്തിനെ അഡ്രസ് ചെയ്യാണ്. അവിടെയാണല്ലോ ഈഡ്സിനെ ബറി ചെയ്തിരിക്കുന്നത്. സോ ആ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു എൻജോയ് പോയത്തിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് 19 ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ടേംസ് ഓഫ് സൈസ്. ഇതിൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. എപ്പിക്, എപ്പിഗ്രാം, സ്റ്റാൻസ ആൻഡ് സോണറ്റ്. ഓക്കെ, അപ്പൊ ശരിയുത്തരം എന്താണ്? സി ആണ്. ഏറ്റവും വലുത് ഏതാണ്? 2. അസെൻഡിങ് ഓർഡർ ആണ്, ഡിസെൻഡിങ് അല്ല. അപ്പൊ 2, 3, 4, 1. അതായത് എപ്പിഗ്രാം, പിന്നെ സ്റ്റാൻസ, പിന്നെ സോണറ്റ്, പിന്നെ എപ്പിക്. ഒരു എപ്പിഗ്രാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ അറിവിൽ ഒരു എപ്പിഗ്രാം ലെങ്ത് എത്രയുണ്ട്? അത് തീരെ ഷോർട്ടാണ് അല്ലെ? എപ്പിഗ്രാം ലെങ്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇറ്റ്സ് മിയർ ലൈൻസ് അല്ലെ, വളരെ കുറച്ച് ലെങ്ത് അതിന് വരുന്നുള്ളൂ. ചില എപ്പിഗ്രാഫ് അല്ല, എപ്പിഗ്രാമും ഡിഫറെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പിഗ്രാം എന്ന് പറയുന്നത് സാധാരണയായിട്ട് 6-7 ലൈൻസിൽ കൂടുതലായിട്ട് പോവില്ല. ഓക്കെ, സ്റ്റാൻസ ആണെങ്കിൽ 3, ചിലപ്പോൾ 2 വെറും 2 ലൈൻസ് മുതൽ എപ്പിഗ്രാംസ് തുടങ്ങാറുണ്ട്. സാധാരണഗതിയിൽ 6 വരെ പോവാം. ഇനി സ്റ്റാൻസ ആണെങ്കിൽ ഒരു 4 വരി വരെ പോവാം. സോണറ്റ് ആണെങ്കിൽ 14 വരി വരെ പോവാം. എപ്പിക് ആണെങ്കിൽ വളരെ വലിയ മഹാകാവ്യങ്ങളായിട്ട് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും പോവാം. സോ അതുകൊണ്ട് 2, 3, 4, 1 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് ആണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പക്ഷേ വി വിൽ ബി ഡൂയിങ് ദാറ്റ് ഇൻ അവർ നെക്സ്റ്റ് സീക്വൽ ടു ദിസ്. കാരണം വീഡിയോ ലെങ്തി ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മടുപ്പ് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടും. സോ വിൽ ബി ഡിസ്കവറിംഗ് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ അവർ അപ്കമിംഗ് സീക്വൽ ടു ദിസ്. Till then, please take care. Have a great day ahead, everyone. Hey everyone, welcome to Cyra Learnings, and here we are back with the 21st question. Which of the following is an example of homosexual fiction? താഴെ പറയുന്നവയിൽ ഏതാണ് ഹോമോസെക്ഷൽ ഫിക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്? The Well of Loneliness, Morris, Orlando, The Ballad of the Reading Girl. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഹോമോസെക്ഷൽ ഫിക്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്? ഏതാണ്? Morris Well of Loneliness. ഓക്കെ, Well of Loneliness ആണ് ഇവിടുത്തെ സെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ കൊണോട്ടേഷൻസ് വരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു റിമെമ്പർ, ഇത് ആര് എഴുതിയിട്ടുള്ളതായിട്ടാണ് നിങ്ങൾ ഓർക്കുന്നത്? വെൽ ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ഹാളിന്റെ ആണ്. റാഡ്ക്ലിഫ് ഹാളിന്റെ വർക്ക് ആണ്. ഏത് വർഷമായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വർഷം ഏതാണ്? 1928-ലാണ്. ഓക്കെ, സോ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓത്തർ ആണ് റാഡ്ക്ലിഫ് ഹാൾ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ വിച്ച് മീൻസ് കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണല്ലേ. അപ്പോൾ ഈ ദ വെൽ ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്നത് ഈ ലെസ്ബിയൻ ലിറ്ററേച്ചറിലെ അല്ലെങ്കിൽ ഗേ ലിറ്ററേച്ചറിലെ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു വർക്ക് ആയിരുന്നു വെൽ ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്നത്. അത്രത്തോളം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വർക്കാണ്. സോ ഇവിടെ നമുക്ക് സ്റ്റീഫൻ കോർഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സ്റ്റീഫൻ കോർഡൻ എന്ന് പറയുന്നത് എന്താണ്? ഷീ ഈസ് ആൻ ഇംഗ്ലീഷ് വുമൻ ഫ്രം an upper class family. അവരുടെ സെക്ഷൽ ഇൻവേർഷൻ, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് മുതലേ എവിഡന്റ് ആണ്. ആൻഡ് ഷീ ലവ്സ് മേരി ലവ്ലിൻ ആൻഡ് ഷീ മീറ്റ്സ് മേരി ലവ്ലിൻ while serving as an ambulance driver during the First World War. പക്ഷേ അവർ ഒരുമിച്ച് മാരീഡ് ആവുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഹാപ്പിനെസ് ഇസ് ആക്ച്വലി മാർഡ് ബൈ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് റിജക്ഷൻ. അവർ ഒരുമിച്ച് നിൽക്കുന്ന അവരുടെ ആ ഒരു അടുപ്പവും പ്രണയവും എല്ലാം, മാരേജ് അല്ല പ്രണയവും എല്ലാം, പിന്നീട് സോഷ്യൽ ഐസൊലേഷനിലേക്കും റിജക്ഷനിലേക്കും ഒക്കെ എത്തിക്കുന്നു. അതൊക്കെ ഇത്തരത്തിലുള്ള ടിപ്പിക്കൽ ഇൻവേർട്സുകൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഇൻവേർഷൻ എന്ന് പറയുന്നതിനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗോഡ് ഗിവൻ സ്റ്റേറ്റ് ആൻഡ് തോട്ടായിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഗോഡ് ഓൾസോ ഗിവ്സ് us the right to our existence എന്നുള്ളൊരു എക്സ്പ്ലിസിറ്റ് പ്ലീ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വർക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക. മാച്ച് ദ ഇമാജിനറി ലൊക്കേഷൻ വിത്ത് ഇറ്റ്സ് ക്രിയേറ്റർ. എമിലി ബ്രോണ്ടി, തോമസ് ഹാർഡി, ലോർഡ് പാഴ്സണേജ്, ചാൾസ് ഡിക്കൻസ്, വെസെക്സ്, എഡ്ഗൻ ഹീത്ത്, ഹോക്ടോൺ, ഷാർലറ്റ് ബ്രോണ്ടി, ഇവരുടെ ആ ഒരു പ്ലേസും അതുപോലെ തന്നെ ഇതിന്റെ ആളുകളെ നമ്മൾ പരസ്പരം മാച്ച് ചെയ്യാം. എമിലി ബ്രോണ്ടി ഏതാണ്? എഡ്ഗൻ ഹീത്ത്. തോമസ് ഹാർഡി നോ ഡൗട്ട്
വെസെക്സ്. പിന്നെ അടുത്തത് ലോർഡ് പാഴ്സണേജ്, നോ ഡൗട്ട് ഷാർലറ്റ് ബ്രോണ്ടി. പിന്നെ ചാൾസ് ഡിക്കൻസ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞുപോയി. ചാൾസ് ഡിക്കൻസിന്റെ ഏതാണ്? നോ ഡൗട്ട് കോക്ക് ടൗൺ അല്ലേ? സോ ആ ഒരു കറക്റ്റ് അറേഞ്ച്മെന്റ് ഏതിലാണ് വരുന്നത്? കറക്റ്റ് അറേഞ്ച്മെന്റ് ഏതിൽ വന്നു? 2517 അല്ല, കറക്റ്റ് അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത് എമിലി ബ്രോണ്ടി. എമിലി ബ്രോണ്ടി നമുക്ക് എങ്ങനെ മാച്ച് ചെയ്ത് നോക്കാം. എമിലി ബ്രോണ്ടിയുടേത് ഏത് വരുന്നു? എഡ്ഗൻ ഹീത്ത് വരുന്നു. തോമസ് ഹാർഡിയുടേത് വെസെക്സ് വരുന്നു. ലോർഡ് പാഴ്സണേജ് ഷാർലറ്റ് ബ്രോണ്ടി വരുന്നു. കോക്ടോൺ ആരുടേത് വരുന്നു? ചാൾസ് ഡിക്കൻസിന്റെ വരുന്നു. അപ്പോൾ 16 ആണ് അല്ലെ? 16253847. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി അല്ലേ ശരി ഉത്തരം? നമ്മൾ ആൻസർ ചെയ്തു, കണ്ടില്ലേ? Which of the following order book pair is correctly matched? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്? മാത്രം പറയൂ. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. Muriel Spark, Under the Net. William, Girls of Goldie, Slender Means. Angus Wilson, Lucky Jim. എവിഡൻസ് അല്ലേ? ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കി കൂടെ. Doris Lessing, The Grass is Singing. The Grass is Singing. Definitely അത് ഡോറിസ് ലെസിങ്ങിന്റെ ആണ്, ഒരു ഡൗട്ടും വേണ്ട. ഡോറിസ് ലെസിങ്ങിന്റെ 1950 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷ് നോവലാണ്. ആൻഡ് സദേൺ റൊഡേഷ്യയിലാണ് ഇത് കഥ നടക്കുന്നത്. ആൻഡ് വളരെ ഇമോഷണലി ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു വിമന്റെ ഹാസ്റ്റി മാരേജും അതിനുശേഷം വരുന്ന ഒരുപാട് കാര്യങ്ങളുമാണ് ഇതിൽ കഥ പറയുന്നത്. പിന്നെ അണ്ടർ ദ നെറ്റ് മുറിയൽ സ്പാർക്കിന്റെ ആണോ? അണ്ടർ ദ നെറ്റ് ഒരിക്കലും അല്ല. അത് ആരുടെ വർക്കാണ്? ആരിസ് മൊഴജോക്കിന്റെ വർക്കാണ് അണ്ടർ ദ നെറ്റ് എന്ന് പറയുന്നത്. അത് 1954 എഴുതിയിരിക്കുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ലണ്ടനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെതായിട്ട് വരുന്നത്. ആൻഡ് അതിന് കുറച്ച് ഫിലോസഫിക്കൽ ആൻഡ് പിക്കാർസ് മിക്സ്ചേഴ്സ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അടുത്ത വർക്ക് നോക്കൂ. ഗേൾസ് ഓഫ് ഗോൾഡിംഗ് സ്ലെൻഡർ മീൻസ്. ഗേൾസ് ഓഫ് ഗോൾഡിംഗ് സ്ലെൻഡർ മീൻസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ആരുടെ വർക്കാണ്? വില്യം ജെ ആണോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നെയിം ഇവിടെ കംപ്ലീറ്റ്ലി നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു. ഗേൾസ് ഓഫ് വില്യം ഗോൾഡിംഗ്. ഓക്കെ, അതാണ് എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നിയത്. അതായത് വില്യമിന്റെ ഗോൾഡിങ്ങിനെ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. വില്യം ഗോൾഡിങ്ങിന്റെ ഗേൾസ് ഓഫ് സ്ലെൻഡർ മീൻസ് ആണോ ഇത്? അല്ല. ഗേൾസ് ഓഫ് സ്ലെൻഡർ മീൻസ് ആരുടേതാണ്? അതൊരു നോവലയാണ്. ഓതർ മുറിയൽ സ്പാർക്കിന്റെയാണ്. പുള്ളിയുടേതാണ് ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഓക്കെ, വില്യം ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ഫ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ അടുത്തത് ലക്കി ജിം ആരുടെയാണ്? ലക്കി ജിം ആരുടെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി അല്ലെ? കിങ്സ്ലി ആമസിന്റെ ആണ്. കിങ്സ്ലി ആമസിന്റെ വർക്കാണ്. 1954 ആണ്. അതായത് 1-2 വർക്കുകൾ 1954 വന്നിട്ടുള്ളതാണ് അല്ലെ? സോ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, ഓർത്തു വെക്കുക, മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following plays by William Wycherley is in part an adaptation of Molière's The Misanthrope? താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് വർക്കാണ്, വില്യം വിച്ചർലി എഴുതിയിരിക്കുന്ന ഏത് വർക്കാണ് മോളിയറിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടുള്ള, മോളിയറിന്റെ ഒരു വർക്ക് ഉണ്ട് ദ മിസാൻത്രോപ്പ്, അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്ലെയിൻ ഡീലർ, ദ കൺട്രി വൈഫ്, കൂടാണ്ട് ലവ് ഇൻ എ വുഡ്, ദ ജെന്റിൽമാൻ ഡാൻസിങ് മാസ്റ്റർ. ശരി ഉത്തരം ഏതാണ്? ദ പ്ലെയിൻ ഡീലർ. ദ പ്ലെയിൻ ഡീലർ ബൈ വില്യം വിച്ചർലി ആണ് മോളിയറിന്റെ മിസാൻത്രോപ്പിന്റെ അഡാപ്റ്റേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതൊരു റെസ്റ്റോറേഷൻ കോമഡിയാണ് ദ പ്ലെയിൻ ഡീലർ എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ഇതിന്റെ ഒരു പെർഫോമൻസ്? ഏത് വർഷം വരുന്നത്? 1676 ആൻഡ് മോളിയറിന്റെ മിസാൻത്രോപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ കൺട്രി വൈഫ് പോലെ, വില്യം വിച്ചർലിയുടെ കൺട്രി വൈഫ് പോലെ മറ്റൊരു ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഈ പ്ലേയെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? ഡ്രൈഡൻ മാത്രമല്ല, പിന്നെ ജോൺ ഡെന്നിസും കൂടെ ഇതിനെ ഭയങ്കരമായിട്ട്, ഡെന്നിസ്, ഇത് ഡി ആണ്, DENNIS, ജോൺ ഡെന്നിസും ഇതിനെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഇതിൽ ഒബ്സീനിറ്റിക്ക് എതിരായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് അതിലെ ടൈറ്റിൽ ക്യാരക്ടറിന്റെ പേര് ക്യാപ്റ്റൻ മാൻലി ആണ്. അദ്ദേഹം ഒരു സെയിലർ ആണ്. പിന്നെ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒലീവിയ, അവരുടെ ഫ്രണ്ട് ബൊഴനീഷ്, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രഞ്ച് ഫിലോസഫർ ആയിട്ടുള്ള, ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള വോൾട്ടയർ എന്ത് ചെയ്തു? ഈ പ്ലെയിൻ ഡീലറിനെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ലാ പ്രിയൂഡെ, അതായത് ദ പ്രിയൂഡ്, ലാ പ്രിയൂഡെ എന്ന് പറയുന്ന വർക്കിന്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട്
ഇൻഫ്ലുവൻസ് അഡാപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റെസ്റ്റോറേഷൻ പീരിയഡ് റൈറ്റർ. ഡ്രമാറ്റിസ്റ്റ് വില്യം വിച്ചേർലി. ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. Inversion is a change in the word of order for creating rhetorical effect. Example, this book I like. Another term for inversion is, മറ്റൊരു പേര് പറയൂ. ഇൻവേർഷൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പേര് എന്താണ്? മറ്റൊരു പേരെന്ന് പറയുന്നത് ഹൈപ്പർ ബാറ്റൺ എന്നുള്ളതാണ്. അതായത് നമ്മൾ വാക്കുകൾ തിരിച്ചു മറിച്ചു വിടുക. സോ now your reader will be thinking definitely a little more. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് ഓർഡർ നമ്മളൊരു പ്രാക്ടിക്കൽ എഫക്റ്റിന് വേണ്ടിയിട്ട് തല തിരിച്ച് മറിച്ച് ഇടുന്നതിനാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർ ബാറ്റൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വേർഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ നോർമൽ എക്സ്പെക്റ്റഡ് വേർഡിനെ നമ്മൾ തല തിരിച്ച് ഇടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ നിന്ന് വരുന്ന ഒരു ഹൈപ്പർ ബാറ്റൺ ഞാൻ പറഞ്ഞുതരാം. ടു ഡൈ ടു സ്ലീപ്പ്, ടു സ്ലീപ്പ് പെർചാൻസ് ടു ഡ്രീം എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ബാറ്റൺ. അവിടെ ഇത് എംഫസൈസ് ചെയ്യുന്നത്, ഈ ഹൈപ്പർ ബാറ്റൺ വെച്ചിട്ട് ഇൻവേർഷൻ വെച്ചിട്ട് അത് എംഫസൈസ് ചെയ്യുന്നത് എന്തിനാണ്? ടു സ്ലീപ്പ് എന്ന് പറയുന്ന ആ കാര്യത്തിന്റെ ഒരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ റെപ്പിറ്റേഷൻ വന്നു എന്നുള്ള കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൈപ്പർ ബാറ്റൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻക്യുനാബുല കേട്ടിട്ട് പേടിയാവുന്നു അല്ലേ? ഇൻക്യുനാബുല എന്ന് പറയുന്നത് എന്തിനെയാണ്? ബുക്സ് സെൻഷേർഡ് ബൈ റോമൻ എംപറർ, ബുക്സ് പബ്ലിഷ്ഡ് ബിഫോർ ദി ഇയർ 1501, ബുക്സ് കണ്ടെയ്നിങ് an account of myths and rituals, പിന്നെ ബുക്സ് wrongly attributed to an author. ഇതിൽ ഏതാണ്? അത് ഇൻക്യുനാബുല എന്നുള്ളത് ആക്ച്വലി 1500 വരെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അതായത് 1501 മുമ്പുള്ള പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇൻക്യുനാബുല എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് ആക്ച്വലി ലാറ്റിൻ വേർഡിൽ നിന്നാണ് വരുന്നത്. ഇൻക്യുനാബുലം എന്ന് പറയുന്ന ക്രാഡിൽ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അതായത് ഇറ്റ് മീൻസ് ബേസിക്കലി പ്ലേസ് ഓഫ് ബർത്ത് ഓർ ദ ബിഗിനിങ്. സോ 1500 വരെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത്? ഇൻക്യുനാബുല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Words that has no set theme, no regular meter, rhyme or stanzaic pattern is open form, flexible form, free verse, blank verse. അപ്പൊ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കിയാലോ? അതിന് പ്രത്യേകിച്ച് തീം വേണ്ട. That has no set theme, no regular meter, rhyme or stanzaic pattern. മീറ്റർ വേണ്ട, റൈം വേണ്ട, stanzaic pattern വേണ്ട. ഇത് ഏതിനൊക്കെ ഇതിൽ ആപ്ലിക്കബിൾ ആണെന്ന് നോക്കാം. ഓപ്പൺ ഫോമിന് ആപ്ലിക്കബിൾ ആണോ? യെസ്. ഫ്ലെക്സിബിൾ ഫോമിന് ആപ്ലിക്കബിൾ ആണോ? അല്ല. അതിൽ വരും. ഫ്രീ വേഴ്സിന് ആപ്ലിക്കബിൾ ആണോ? ഫ്രീ വേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. ബ്ലാങ്ക് വേഴ്സിൽ പറ്റില്ലല്ലോ. ബ്ലാങ്ക് വേഴ്സിൽ പറ്റാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ that's all about 27th question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റീഫൻ ഡിഡാലസ് is a fictional character associated with whom? A portrait of the artist as a young man, sons and lovers, Ulysses, the Heart of Darkness. അതായത് ഒരേപോലെയുള്ള രണ്ട്, ഒരേ സെയിം ക്യാരക്ടർ അല്ലെങ്കിൽ സെയിം നെയിമുള്ള ക്യാരക്ടറോ സെയിം നെയിമുള്ള സ്ഥലമോ സെയിം നെയിമുള്ള വർക്ക് ആരുടേതാണെന്നോ അങ്ങനെ ഇത്തരത്തിലൊരു ഈ ഒരു പേര് ചോദിക്കാറുണ്ട്. അപ്പൊ സ്റ്റീഫൻ ഡിഡാലസ് എന്ന് പറയുന്ന ഫിക്ഷണൽ ക്യാരക്ടർ നമുക്ക് ഏതൊക്കെ വർക്കിൽ കാണാൻ പറ്റും? ജെയിംസ് ജോയ്സിന്റെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് യുലീസസിലെ സെൻട്രൽ ക്യാരക്ടറും കൂടിയാണ് നമ്മുടെ സ്റ്റീഫൻ ഡിഡാലസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 1 and 3 is the right answer, which means option D is the right answer. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. The future of poetry is immense because in poetry our race as time goes on we will find an ever surer and surer stay എന്ന് പറയുന്ന ഈ ഒരു പോയട്രിക്ക് വേണ്ടിയുള്ള ഒരു ക്ലെയിം എവിടെയാണ് നടത്തിയിരിക്കുന്നത്? Arnold's The Story of Poetry, Shelley's A Defense of Poetry, Sidney's An Apology for Poetry, Eliot's Of Poetry and Poets. ഓക്കെ, ഏത് വർക്കിലാണ് വരുന്നത്? മാത്യു ആൾനോട്ടിന്റെ സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിമാർക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇദ്ദേഹം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആണ് ദി സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്നത്. അതിൽ ഇദ്ദേഹം ഫണ്ടമെന്റലി പോയട്രിയുടെ ആ ഒരു ഹൈ ഡെസ്റ്റിനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബോധേഡായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? മാൻകൈൻഡ് വിൽ ഡിസ്കവർ that we have to turn to poetry to interpret life for us എന്നുള്ളൊരു to console us, to sustain us എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇദ്ദേഹം ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം ഈ ഒരു സ്റ്റഡി ഓഫ് പോയട്രിയിൽ
കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഇദ്ദേഹം 1880 ഒരു ആന്തോളജി ആയിട്ടുള്ള ദ ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു വർക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതിലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാട്ട് ഫംഗ്ഷൻ does poetry serve in modern society? What kind of poetry is best suited to serve these functions? What distinguishes truly excellent poetry from merely good poetry? And how can readers learn to recognize classic poetry when they see it? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തു വെക്കുക. ആൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് അബൌട്ട് എ ഡിസ്റ്റോപ്പിയ? അതായത് ഡിസ്റ്റോപ്പിയൻ നോവൽസിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഡിസ്റ്റോപ്പിയൻ നോവൽസിനെ നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. സോ ഈ ഡിസ്റ്റോപ്പിയൻ നോവൽസിന്റെ ആ ഒരു കാറ്റഗറി അങ്ങനെ തന്നെ പഠിച്ചു വെച്ചതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നിങ്ങൾ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും, ഇത് ഡിസ്റ്റോപ്പിയൻ നോവലാണ്, ഇത് ഉട്ടോപ്പിയൻ നോവലാണ്, ഇതൊരു പിക്കാരസ് നോവലാണ് എന്നൊക്കെ പഠിക്കും. പക്ഷെ ആ ക്ലാസിഫിക്കേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഭയങ്കര ഗുണമാണ്. നമുക്ക് എല്ലാത്തിനെയും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും. ജോർജ് ഓർവെലിന്റെ 1984 ഡിസ്റ്റോപ്പിയൻ നോവലാണോ? നിങ്ങൾ പറയൂ, ഡിസ്റ്റോപ്പിയൻ നോവൽ അല്ലേ? ഇതിൽ പെടാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൾഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് ഡിസ്റ്റോപ്പിയൻ നോവൽ അല്ലേ? വില്യം ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ലൈസ് ഡിസ്റ്റോപ്പിയൻ നോവൽ അല്ലേ? ആഴം ബെലാന്റൈന്റെ ദ കോറൽ ഐലൻഡ് ഡിസ്റ്റോപ്പിയൻ നോവൽ ആണോ? അല്ല, അത് ദ കോറൽ ഐലൻഡ് ബൈ ആഴം ബെലാന്റൈൻ, അദ്ദേഹം ഒരു സ്കോട്ടിഷ് ഓതറാണ്. ഇതൊരിക്കലും ഒരു ഡിസ്റ്റോപ്പിയൻ നോവൽ അല്ല, ഇതൊരു ജുവനൈൽ ഫിക്ഷൻ ആണ്. ആൻഡ് അതിൽ ഒരുപാട് ജുവനൈൽ ഹീറോസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ ബേസിക്കലി 3 ബോയ്സ് ഉണ്ട്. അവർ സൗത്ത് പസഫിക് ഐലൻഡ്സിലെ ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, ഒരു ഷിപ്രക്കിൽ പെട്ട അവസ്ഥയിലാണ്. അത്തരത്തിലൊരു കോണ്ടെക്സ്റ്റിലാണ് കഥ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഡിസ്റ്റോപ്പിയ, ഇറ്റ്സ് മോർ ലൈക്ക് എൻ അഡ്വഞ്ചർ ഫിക്ഷൻ, ഇറ്റ്സ് ലൈക്ക് എ ജുവനൈൽ ഫിക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ 30 ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സീക്വലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Till then, please take care and have a great day, everyone.